ഹലോ നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 വയസ്സിന് മുകളിലുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഈ 60 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അവർക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് നടത്തം എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമാണ് വ്യായാമത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക, 60 വയസ്സൊന്നും ഒരു പ്രായമേ അല്ല. നിങ്ങൾക്ക് 60 വയസ്സിലും 65 വയസ്സിലും ഒക്കെ നിങ്ങൾ ഈ നടത്തം എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് മാത്രം പോകാതെ ഞാൻ കാണിച്ചു തരുന്ന കുറച്ച് വ്യായാമങ്ങൾ കൂടി നിങ്ങൾ ശീലമാക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജിമ്മിൽ പോവുക. 60 വയസ്സ് കഴിയുമ്പോഴേക്ക് പ്രായമായി എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന് കരുതിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു അവസരം പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനും കഴിവില്ലാത്തവരെ പോലെ വീട്ടിലൊന്നും കയറി ഇരിക്കരുത്. നിങ്ങൾക്ക് അസുഖം വർദ്ധിച്ചു വരികയുള്ളൂ. നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോവുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആക്ടിവിറ്റീസുകൾ മൊത്തം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയില്ലേ, പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അക്കം മാത്രമാണ്. നമ്മുടെ മനസ്സിൽ പ്രായം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയുമില്ല. അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ ഈ വ്യായാമങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ നടക്കാൻ പോകുന്നവരാണെങ്കിൽ നടക്കാൻ പൊക്കോളൂ, നോ പ്രോബ്ലം. പക്ഷെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നടത്തം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഭയങ്കര സംഭവമാണെന്നാണ്. പക്ഷെ ഒരിക്കലുമല്ല. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിച്ച് നിങ്ങളെ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഒരിക്കലും നടത്തം എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് എക്സസൈസ് അല്ല. നിങ്ങളുടെ ജോയിൻസുകളെ നിങ്ങളുടെ ബോൺസിനെ ഒക്കെ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വ്യായാമങ്ങൾ കൂടി ചെയ്തേ പറ്റൂ. അല്ലാതെ നടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ എല്ലുകൾക്കൊന്നും ആരോഗ്യമൊന്നും വർദ്ധിക്കില്ല. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഇന്ന് ഞാൻ കുറച്ച് വ്യായാമങ്ങൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുള്ളൂ. ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾ നടക്കാൻ പോകേണ്ട. ആ ദിവസങ്ങളിൽ നിങ്ങൾ വീട്ടിൽ ഈ വ്യായാമങ്ങൾ മാത്രം ചെയ്തോളൂ. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ രണ്ടും ഇതേ കണക്ക് വെക്കുക. അപ്പം നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വ്യായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റോളം നിങ്ങൾ ജസ്റ്റ് വാമപ്പ് ചെയ്യുക. ഓക്കെ, വാമപ്പിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ സമയം ഒരുപാട് ലെങ്ത് ആയി പോകും, വീഡിയോ ലെങ്ത് ആയി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇപ്പം വാമപ്പിനെ കുറിച്ച് കാണിച്ചു തരുന്നില്ല. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടെ. നമ്മളിങ്ങനെ നടക്കുന്നുണ്ടെന്നും നമ്മുടെ ഷോൾഡറോ അപ്പർ ബോഡിയോ ഒന്നും ഒരിക്കലും സ്ട്രെങ്ത് ആവുന്നതല്ല. അപ്പം നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ട്, ഷോൾഡർ സ്ട്രെങ്തനിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സസൈസ് ചെയ്യാം. അത് നിങ്ങൾ കൈകളായി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെസ്റ്റ് ഒക്കെ അപ്പ് ചെയ്ത് ഇതേപോലെ നിന്നതിന് ശേഷം ഇതേപോലെ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ. ഇത് നിങ്ങളുടെ ഷോൾഡറിന് നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ ഷോൾഡർ മൊബിലിറ്റിക്കും നിങ്ങളുടെ ഷോൾഡർ സ്ട്രെങ്തനിങ്ങിനും ഒക്കെ നല്ല ഒരു വ്യായാമമാണ്. ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 റെപ്പിറ്റേഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു കൈയിലാണ് നിങ്ങൾ 25 പ്രാവശ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ ആദ്യത്തെ എക്സസൈസ് ചെയ്യാം. നല്ല ഒരു വ്യായാമമാണിത്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് മുകളിലോട്ട് ഉയർത്തി പിടിക്കുക. ഓക്കെ, നടുവൊക്കെ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് നിൽക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് 1 2 3 4 5 മാക്സിമം നിങ്ങളുടെ കാല് ഉയർത്തി ഇതേ കണക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു ലെവലിലെങ്കിലും നമ്മുടെ കാലുകൾ കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ ഇതിനകത്ത് ഹിപ്പിൽ പിടിച്ചുകൊണ്ട് ഇതേ കണക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ എഫക്റ്റും നിങ്ങളുടെ ബോഡി ബാലൻസ് ഒക്കെ മെച്ചപ്പെടുത്തുവാനും ഈ എക്സസൈസ് നല്ല രീതിയിൽ സഹായിക്കുന്നതായിരിക്കും. അതേ കണക്ക് നിങ്ങളുടെ ഗ്ലൂട്ട്സിന്റെ മസിൽസ്, ഈ ഒരു ഭാഗത്തെ മസിൽസ്, നിങ്ങളുടെ കാലുകളുടെ മസിൽസ്, നിങ്ങളുടെ ഈ വയറ് ഭാഗത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന വ്യായാമം കൂടിയാണിത്. ഓക്കെ, അപ്പം ഇതേ കണക്ക് സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക. കമാൺ, ഗുഡ്. പ്രായമായി വരുന്നതോറും നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ ലൂസായി തുടങ്ങും. അപ്പം അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും ഈ ഒരു എക്സസൈസ് വഴി. ഓക്കെ, അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു റെപ്പിറ്റേഷൻ നിങ്ങൾ നോക്കണ്ട. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആ ഒരു എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട വ്യായാമം എന്ന് പറയുന്നത് നിങ്ങളൊരു 50 സൈഡിലോട്ട് കൈകൾ ഇതേ കണക്ക് വെക്കുക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് പിടിക്കാം. കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ ഷോൾഡർ വിട്ടിൽ കൈകൾ വെക്കുക ഇതേപോലെ.
അതിനുശേഷം നമുക്കത് ഇതേ കണക്ക് 1 2 3 4. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്തിങ്ങും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കൈവച്ച് ഇതേ കണക്ക് പോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ഔട്ട് ചെയ്യുക. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന വഴി നമ്മുടെ ഷോൾഡർ മസിൽ, അതേപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തെ മസിൽസുകൾ, ബാക്ക് ഭാഗത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അപ്പം പുഷപ്സ് നമുക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പ്രായമായി വരുന്നതോറും പുഷപ്സ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നിന്നതിന് ശേഷം നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഈ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രെങ്ത് നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലുകൾക്കും അതേ കണക്ക് നിങ്ങളുടെ ജോയിൻസുകൾക്കും എല്ലാം നല്ല ഒരു ഫീലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നല്ല ഒരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇത് നമുക്ക് ഒരു 12 തൊട്ട് 15 റെപ്പിറ്റേഷൻ വരെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ബോഡിക്കായിട്ടുള്ള എക്സസൈസ് ആണ്. ഓക്കെ, നിങ്ങളുടെ കാലുകൾക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വ്യായാമം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു കസേരയുടെ സഹായം നമുക്ക് ചെയ്യാവുന്നതാണ്. കസേരയുടെ സഹായത്തോടുകൂടി ചെയ്യാവുന്നതാണ്. അപ്പം സ്ക്വാട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇത് നമുക്ക് ചെയറിൽ പിടിക്കുക. ഓക്കെ, ചെയറിൽ പിടിച്ചിട്ട് നിങ്ങൾ ചെസ്റ്റ് ഒക്കെ അപ്പ് ചെയ്തുകൊണ്ട് കാല് ഒരു അല്പം ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക, ഇതേപോലെ. ഓക്കെ, അതിനുശേഷം ഇതേ കണക്ക് നിങ്ങൾക്ക് സ്ക്വാട്ട് ചെയ്യാവുന്നതാണ്. ഇത്ര മാത്രം നിങ്ങൾ ഇരുന്നാൽ മതി, നിങ്ങൾ ഫുള്ളായിട്ട് ഇരിക്കണമെന്നില്ല. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. 2 3. ഓക്കെ, ഇത് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ നമ്മുടെ കോർ സ്റ്റെബിലിറ്റിക്കും കോർ സ്ട്രെങ്തനിങ്ങിനും അതേപോലെ കാലുകൾക്കും നല്ല ഒരു എക്സസൈസ് ആണ്. ഇതേ കണക്ക് നിന്നതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 1 2. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പിരിക്കുന്ന സമയം നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പം ഈ ഒരു എക്സസൈസ് നിങ്ങളൊരു 10 തൊട്ട് 12 റെപ്പിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ മാത്രം ഈ വ്യായാമം ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ട വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഫ് റൈസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് കാഫ് റൈസ് എന്ന് പറയുന്നത്. അപ്പം കാഫ് റൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഭിത്തിയുടെ അടുത്തായിട്ട് ഇതേ കണക്ക് നിൽക്കാം. നിങ്ങളുടെ കൈകൾ ഇതേപോലെ വെക്കുക. വെച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്നത് കണക്ക് ഇതേപോലെ 1 സാവധാനം താഴ്ത്തു കൊണ്ടുവരിക. 2 3 4 5 6 7. അപ്പം ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് 20 റെപ്പിറ്റേഷൻ വരെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ വെരിക്കോസിസ് പോലുള്ള പ്രശ്നങ്ങൾ, അതിനൊക്കെ തന്നെ ഈ കാലിലെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന വേദനയും ഒരു ഒക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമം കൂടിയാണ്. അപ്പം മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ 20 റെപ്പിറ്റേഷനെങ്കിലും ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത എക്സസൈസിലോട്ട് പോകാം. അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഇതേപോലെ മുമ്പോട്ട് കയറ്റി വെക്കുക. ഓക്കെ, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൈകളും മുകളിലോട്ട് ഉയർത്തുക. 1 2 3 4 5 6 7 8
ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ ഫുൾ ബോഡിക്കും പ്രയോജനം തരുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം നമ്മുടെ കാലുകൾക്ക് മൂവ്മെന്റ്സ് ഉണ്ട്, അതിന് നമ്മുടെ ഷോൾഡർ, നമ്മുടെ ഫുൾ ആയിട്ടുള്ള ബോഡിയും ആക്ടിവേഷൻ ആക്കുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പം സ്ട്രൈറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഒരു കാര്യം മുമ്പോട്ട് വെക്കുക, ഇതേപോലെ 1 2 3 4 5 6. അപ്പം ഇതേ കണക്ക് നിങ്ങൾ ഈ വ്യായാമം ചെയ്യുക. അപ്പം ഇതിന്റെ റെപ്പിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു റെപ്പിറ്റേഷൻ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളെ കൊണ്ട് മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ചെയ്യുക. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭിത്തിയോട് ചേർന്ന് നിൽക്കുക, ഇതേപോലെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഭിത്തിയുടെ സഹായം ഇല്ലാതെയും ഈ വ്യായാമം ചെയ്യാം. അപ്പം ചില ആൾക്കാർക്ക് അത് പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങളൊരു ഭിത്തിയോട് ഇതേ കണക്ക് ചേർന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ഇതേ കണക്ക് 1. ഓക്കെ, കാല് ഇതേപോലുള്ള ഒരു പൊസിഷനിലോട്ട് 2 3 4 5 6 7 8 9 10. അപ്പം ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഗ്ലൂട്ട്സിന്റെ ഭാഗവും അതിനൊക്കെ തന്നെ ഇതാണ് ഹാംസ്ട്രിങ് ഭാഗവും നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന വ്യായാമമാണ്. ഓക്കെ, കാലുകൾക്ക് നല്ലൊരു എക്സസൈസ് ആണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട വിധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇതാണ് വന്നതിന് ശേഷം ഇതേപോലെ. ഓക്കെ, 1 2 ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. അപ്പം ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു കാലിൽ കുറഞ്ഞത് ഒരു 15 റെപ്പിറ്റേഷനെങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു കാലിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾക്കുള്ള വ്യായാമം. അപ്പോൾ ആഴ്ചയിൽ 7 ദിവസവും നടക്കാൻ പോകുന്നതിന് പകരം ഒരു 3 ദിവസം നിങ്ങൾ വീട്ടിൽ തന്നെ ഈ എക്സസൈസുകൾ ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും അതേ കണക്ക് തന്നെ നിങ്ങളുടെ മസിൽ ലോസുകളൊക്കെ തടയുന്നതിനും ഒക്കെ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ വർക്കൗട്ട് ചെയ്തതിന് ശേഷവും നിങ്ങൾ ഒരു മിനിറ്റോളം നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ വ്യായാമം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 60 സെക്കൻഡോളം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം നിങ്ങൾ അടുത്ത വ്യായാമത്തിലോട്ട് പോയാൽ മതി. അങ്ങനെ സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതി. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 20 മിനിറ്റിനുള്ളിൽ ഈ വ്യായാമങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. ലോവർ ബോഡിക്കും അപ്പർ ബോഡിക്കും എല്ലാം നല്ല രീതിയിൽ സ്ട്രെങ്ത് വരുന്ന എക്സസൈസുകളാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള വെയിറ്റ് ട്രെയിനിങ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് വെയിറ്റ് ട്രെയിനിങ് കൂടെ നിങ്ങൾ ചെയ്യണം. അപ്പം ആ വീഡിയോ കൂടെ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.